സാർ, ഞാനിപ്പം പുതിയൊരു കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ GST രജിസ്ട്രേഷൻ ചെയ്യുന്നത് മൂലമുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് സാർ? GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്ക് നിയമം അനുശാസിക്കുന്ന ഒരു ടേൺ ഓവർ ലിമിറ്റ് ഉണ്ട്. അത് ട്രേഡിങ്ങിന് 40 ലക്ഷം രൂപയും സർവീസ് സെക്ടറിന് 20 ലക്ഷം രൂപയാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ സപ്ലൈസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. ചിലർ പറയും നിങ്ങളുടെ നിന്ന് സാധനം എടുക്കണമെങ്കിൽ, നിങ്ങളുടെ നിന്ന് സാധനം ഞാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ GST നമ്പർ വേണം എന്നാവശ്യപ്പെട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ GST നമ്പർ എടുക്കേണ്ടി വരും. കാരണം എങ്കിലേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് എടുക്കാനായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ GST സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് മുന്നോട്ട് പോകണം, മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ ബിസിനസ് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനാവശ്യപ്പെടുന്ന നിയമങ്ങൾ, ഇപ്പോൾ പറയുന്ന GST പോലെയുള്ള രജിസ്ട്രേഷനുകൾ എടുത്ത് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ് സ്വാഭാവികമായിട്ടും വളരുകയുള്ളൂ. അതുപോലെ നമുക്ക് ബിസിനസ് ലോൺ എടുക്കണമെങ്കിൽ ബാങ്ക് ആവശ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ GST സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ GST റിട്ടേണിൽ എത്ര ടേൺ ഓവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ചെറുകിടക്കാരനായിട്ട് ഇരിക്കാനാണെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ഒന്നും എടുക്കേണ്ട. പക്ഷേ നമുക്ക് മുന്നോട്ട് വളരണം, നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുകയും അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്താൽ നമ്മുടെ ബിസിനസ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്.